വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യമായി നമുക്ക് വേണ്ടത് ഗ്രൗണ്ടിനെ റിനോവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം 40,000 സീറ്റുകൾ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയാണിപ്പോൾ നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈറ്റ് സിസ്റ്റം മാറ്റേണ്ടത്, ഏകദേശം 400ഓളം ലൈറ്റുകൾ പുതുതായി ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതും ഇപ്പോൾ തുടങ്ങും. ഇപ്പോൾ പ്രധാനമായുള്ള മറ്റൊരു കാര്യം ഫീൽഡ് ശരിയാക്കുക എന്നുള്ളതാണ്. അത് ഡൽഹി ബേസ്ഡ് ഒരു കമ്പനി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയബന്ധിതമായി തന്നെ നമ്മളെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. അതോടൊപ്പം ഈ മെസ്സി വരുന്നവർ ബന്ധപ്പെട്ട് വലിയ ജനക്കൂട്ടം എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇരുന്ന യോഗത്തിലൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കും. പിന്നെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റികൾ അക്കാര്യങ്ങളൊക്കെ തന്നെ അതാത് വകുപ്പുകൾ ആലോചിച്ച് കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട്. ഏതായാലും ഈ ഒരു മാസത്തിനുള്ളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ച് 10 ദിവസത്തിനകം, മാച്ചിന് 10 ദിവസം മുമ്പ് ഗ്രൗണ്ട് ഒരു കാണുമ്പോൾ തന്നെ ഒരു അന്താരാഷ്ട്ര ലെവലിലുള്ള ഗ്രൗണ്ടാക്കി നമ്മൾ മാറ്റും. ഈ മുനമ്പം വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഒരു കൃത്യമായ ഇടപെടൽ നടന്നിട്ടുണ്ട്. വഖഫ് ഭൂമിയല്ല മുനമ്പം എന്ന തരത്തിൽ സർക്കാരിനത് എൻ്റെ അറിവിൽ ഇന്നത്തെ കോടതിയിൽ വന്ന കേസ് കേരള ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അപ്പീൽ നൽകിയിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നമ്മുടെ ഗവൺമെൻറ് നൽകിയിരുന്നു. കാരണം ആ കമ്മീഷനെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട പരാമർശമായിരുന്നു. അപ്പോൾ അതിലാണ് അപ്പീൽ നൽകുകയും അതിലുണ്ടായിട്ടുള്ള വിധിയാണ് സത്യത്തിൽ സർക്കാരിന് അത്തരം കമ്മീഷനെ നിയോഗിക്കാനും ആ പ്രദേശത്തെ ആളുകൾ, ഇപ്പോൾ മുനമ്പത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ അത് പരിഹരിക്കാം എന്നതായിരുന്നു കമ്മീഷൻ്റെ വിഷയം. അതവർ റിപ്പോർട്ട് നൽകുന്നതും അതുമായി ബന്ധപ്പെട്ട് അതിന് അധികാരമില്ല എന്നുള്ള രീതിയിലായിരുന്നു സിംഗിൾ ബെഞ്ചിൻ്റെ വിധി. പിന്നീട് ഇപ്പോൾ അത് ഗവൺമെൻറ് അപ്പീൽ കൊടുത്തു. സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ അധികാരമുണ്ട്, കമ്മീഷൻ നിയോഗിക്കാം. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ ഒരു വിദഗ്ധ ഉപദേശം തേടുക എന്നതാണ് കമ്മീഷൻ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് അതിനൊരു തടസ്സവുമില്ല, ആ കമ്മീഷന് തുടരാം എന്നാണ് കോടതി വിധി. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അതായത് സർക്കാരിന് സ്വതന്ത്രമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുക്കാൻ പറ്റുമോ? അല്ല, അത് പറ്റുമെന്നാണല്ലോ ഇപ്പോൾ കോടതി പറഞ്ഞത്. സുപ്രീം കോടതിയിലൊക്കെ നോക്കൂ, അതല്ല, നോ അതല്ല, ഇവിടെ വന്ന കാര്യമാണ് പറഞ്ഞത്. ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസിനെ നമ്മൾ നിയോഗിച്ച കാര്യം, ആ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് കോടതിയിൽ വന്നത്. അതിന് സർക്കാരിന് അധികാരമുണ്ട് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ആ കമ്മീഷന് തുടരാമെന്നും അതിന് അധികാരമുണ്ട്, സർക്കാരിന് അധികാരമുണ്ട് എന്നുള്ളതാണ് വിധി വന്നിട്ടുള്ളത്. പിന്നീട് ആ കോടതി വിധിയിൽ ഒരു പരാമർശമുണ്ട് എന്നതാണ് പ്രശ്നം. ഒരു ഖണ്ഡികയിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൽ നമ്മളിപ്പോൾ അഭിപ്രായമൊന്നും പറയുന്നില്ല. അത് കോടതി കഴിഞ്ഞ തവണ ഡിവിഷൻ ബെഞ്ച് തന്നെ അത് വഖഫ് ട്രൈബ്യൂണൽ അതിന് പറയണം എന്ന് അവരാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് മാറ്റിവെച്ച വിഷയത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ജഡ്ജി ഇപ്പോൾ അതേക്കുറിച്ചൊരു അഭിപ്രായം രേഖപ്പെടുത്തിയുള്ളൂ. അത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമല്ല. പക്ഷേ മുനമ്പം വിഷയത്തിൽ ഒരു കാര്യം സ്പഷ്ടമാണ്. കേരളത്തിലെ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് മുനമ്പത്തെ ജനങ്ങൾക്ക് അവിടെ അവരുടെ ഭൂമിയിൽ, അവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളത്. ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഗവൺമെൻറ് പറയുന്നത് അതാണ്. ഇപ്പോഴും ഗവൺമെൻറ് സ്റ്റാൻഡ് അത് തന്നെ, ഒരു വ്യത്യാസം ആ സ്റ്റാൻഡിൽ വന്നിട്ടില്ല. അപ്പോൾ നിയമപരമായി കോടതി ഇപ്പോൾ ഡിക്ലെയർ ചെയ്യുകയാണ് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറയുകയാണെങ്കിൽ സന്തോഷം. ആ നിമിഷം തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട നടപടികൾ കിടക്കാം. ഇപ്പോൾ 2 സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു കേസ്, ഇപ്പോൾ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന അവർ കൊടുത്ത ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിധി വന്നിട്ടില്ല. അത് ട്രിബ്യൂണലിൽ നിന്നാണ് വിധി വരേണ്ടത്. ഹൈക്കോടതി ആ ജഡ്ജിമെൻറ്റിൽ ഒരു കാര്യം പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിയമപരമായി നിലനിൽക്കുന്നതാണോ, നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ പിന്നീട് പറയേണ്ടതാണ്. കോടതി തന്നെ ചൂണ്ടിക്കാണിക്കരുത്. 1954-95 വഖഫ് നിയമത്തിനനുസരിച്ചിട്ട് ഈ വഖഫ് ബോർഡ് ഭൂമി അവകാശം
ഭാഗം ഉന്നയിച്ചിരിക്കുന്ന രീതി, അതായത് 69 വർഷത്തിന് ശേഷം ഭൂമിക്ക് അവകാശം നൽകി. ഇത്രയും കാലം വഖഫ് ഇവിടെയായിരുന്നു. അത് മാത്രമല്ല, സിവിക്സായിട്ട് എഴുതി കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഡീഡാണ് അത്. അതായത് ഇത് നെയിം ഓഫ് ഗോഡ് എന്നുള്ള തരത്തിലാണ് വഖഫിലേക്ക് എഴുതി കൊടുക്കുന്നത്, വഖഫായി എഴുതി കൊടുക്കുന്നത്. അതൊരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് എഴുതി കൊടുക്കുന്നതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഇത് വഖഫിൻ്റെ ഭൂമി അല്ല എന്നുമാണ് കോടതി അതിൻ്റെ കൺക്ലൂഷൻ. നോക്കൂ, അതിലുള്ള തർക്കം ഉന്നയിക്കാൻ ഇപ്പോൾ നമുക്ക് കഴിയില്ല. ഞാൻ പറയുന്നത് എന്താണ്, ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷനെ നിയോഗിച്ച സർക്കാരിൻ്റെ നിലപാട് ശരിയല്ല എന്ന് മുമ്പ് ഡിവിഷൻ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് എതിരായിട്ടാണ് ഗവൺമെൻറ് കോടതിയിൽ പോയത്. അതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ വിധിയുണ്ടായിട്ടുള്ളത്. നിയോഗിക്കാം, അത് ഗവൺമെൻറ് അവകാശമാണ് എന്ന് പറയുകയും ആ കമ്മീഷന് തുടർന്ന് തെറ്റില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെയാണ് ഇത്തരത്തിലൊരു പരാമർശം. നോക്കൂ, വിമർശനം എന്നുള്ളത് ശരിയാണ്, അതാണ് ഞാൻ പറയുന്നത്. അതേക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ കേസുമായി പെട്ട പ്രയറല്ല അവിടെ ബന്ധപ്പെട്ട ഇപ്പോൾ സർക്കാരിൻ്റെ വക്കീലോ മറ്റുള്ള വക്കീലന്മാർ ആരും തന്നെ ഇത് പരാമർശിച്ചില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജി തന്നെ ഇതേക്കുറിച്ച് സ്വന്തമായി പരാമർശിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കണ്ടേ. അപ്പോൾ നമ്മളുടെ സ്റ്റാൻഡാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പണം കൊടുത്ത് ഭൂമിയിൽ നൂറുകണക്കിന് വീട്ടുകാരുണ്ട്. അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ കൂടി ബാധ്യതയാണ്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, ഇപ്പോഴും അപ്പോഴുമില്ല. ഈ കമ്മീഷനെ നിയോഗിച്ച എന്തിനാ, എങ്ങനെയാണ് ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവർക്ക് ലഭ്യമാക്കാൻ സാധ്യതയുണ്ടോ, ഇതുമായിട്ടുള്ള രേഖകൾ പരിശോധിച്ച് പറയാനല്ലേ പറഞ്ഞത്. അല്ലെങ്കിൽ അവരെങ്ങനെ നമുക്ക് പുനരധിവസിക്കാൻ പറ്റും? ഇപ്പോൾ വഖഫിന് അനുകൂലമായ ഒരു വിധി വന്നാൽ എങ്ങനെ അവിടുത്തെ ജനങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും, അവർക്ക് അവരുടെ ഭൂമി തിരിച്ചു കൊടുക്കാൻ കഴിയും? അതല്ലേ നമ്മൾ പരിശോധന വിഷയമായത്. അതേക്കുറിച്ചുള്ള കേസാണല്ലോ വന്ന്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജ് അതിൽ പരാമർശിച്ച ഒരു ഗണ്ണിക എന്നുള്ളത് അതേക്കുറിച്ച് കൂടുതൽ വിദഗ്ധരുമായി അഭിപ്രായം തേടേണ്ടതാണ്. അപ്പോൾ AGയുമായി ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ അഭിപ്രായം നടത്തിയതിന് ശേഷമേ ഇതിൻ്റെ വഖഫ് മന്ത്രി എന്നുള്ളതിൽ എനിക്ക് ഒരു അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. ഞാൻ അതാണ് നോക്കൂ, അതിപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരട്ടെ. കമ്മീഷൻ റിപ്പോർട്ടിലാണല്ലോ ഇതുണ്ടാവുക. കമ്മീഷൻ റിപ്പോർട്ട് ഈ ഒരു സാഹചര്യത്തിൽ അല്ല, ഇപ്പോൾ കുഴപ്പമില്ലെന്നാണ് ചെയർമാൻ പറയുന്നത്. നോക്കൂ, അതെല്ലാം വരട്ടെ. ഒരു കമ്മീഷനെ വെച്ചാൽ കമ്മീഷൻ റിപ്പോർട്ട് എന്തായാലും വരേണ്ടതല്ലേ. കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കണ്ടേ. ഗവൺമെൻറ് വെച്ച കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് പരിശോധിച്ച് ക്യാബിനറ്റ് ഉചിതമായ നടപടി സ്വീകരിക്കണം. അതാണ് ഇതിൻ്റെ നിയമപരമായ കാര്യം. ആ കാര്യങ്ങൾ ചെയ്യും. ഇതിൽ സ്പഷ്ടമായ ഒരു കാര്യം, മുനമ്പത്തെ ജനങ്ങളെ ഇറക്കി വിടുന്ന കാര്യത്തിൽ സർക്കാരിന് യാതൊരുവിധ അവരെ ഇറക്കി വിടുക എന്നുള്ള നിലപാടിൽ നമ്മൾ നിൽക്കുന്നില്ല. അവരെ സംരക്ഷിക്കുക എന്നുള്ള നിലപാടിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ കാര്യത്തിൽ മറ്റൊരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല.